പ്രിയമുള്ള സുഹൃത്തെ, 13.8 ഖുർആനിക ശാസ്ത്രം എന്ന പരമ്പരയിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഇമാം അക്ബറിൻ്റെ കളവുകളെ നമ്മൾ കയ്യോടെ പിടികൂടുകയാണ്. എത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹം കള്ളം പറയുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവർ ബോധപൂർവം ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്? കാരണം ആധുനിക സാങ്കേതിക വിദ്യകളുടെ വരവോടുകൂടി അവരുടെ കാൽക്കൽ നിന്ന് ശരിക്കും മണ്ണൊലിച്ചു തുടങ്ങി. അവർക്കത് ബോധ്യമുണ്ട്. അതാണ് ഈ വെപ്രാളം. ഇപ്പോഴത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു അവസാന അത്താണി എന്ന നിലയ്ക്കാണ് വളച്ചൊടിക്കൽ, കള്ളം പറയൽ, മുറിച്ചു മാറ്റൽ, കൂട്ടിച്ചേർക്കൽ എന്നുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണം വളരെ സുവ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഈ അധ്യായത്തിൻ്റെ ഉദ്ദേശം. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇപ്രാവശ്യം ഇറങ്ങി ആദ്യത്തെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തുടക്കം തന്നെ ജനറൽ റിലേറ്റിവിറ്റി തിയറി, ഐൻസ്റ്റീൻ, ആൽഫ്രഡ് ഫ്രീഡ്മാൻ, എഡ്വൽ ലെമേർത്തെ, പിന്നെ എഡ്വിൻ ഹബിൾ എന്നിവരെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില സൂത്രവാക്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിക്ക് ഫിസിക്സ് അറിയാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഫിസിക്സ് അറിയില്ല കേട്ടോ. ഞാൻ അറിയാൻ വേണ്ടി വൈശാഖൻ തമ്പിയാണ് ബന്ധപ്പെടാറുള്ളത്, അല്ലെങ്കിൽ അനുവിനോദിനെ ബന്ധപ്പെടും. ഇദ്ദേഹം ബന്ധമില്ലാത്ത കാര്യത്ത് ആരെങ്കിലും പറഞ്ഞത് കേട്ട് എടുത്തു പറയുന്നത് കൊണ്ട് പറയുന്നതിനകത്ത് തന്നെ വസ്തുതാപരമായ പിശകുണ്ട്. ശാസ്ത്രം എന്നുള്ളത് നമ്മുടെ തർക്ക വിഷയമല്ലാത്തത് കൊണ്ട് അത് നമ്മൾ വിടുന്നു. തൽക്കാലം ഇതിന് തർക്കം വേണ്ട. പക്ഷേ എന്തിനാണ് ഇതൊക്കെ അദ്ദേഹം പറയുന്നത്? ഫിസിക്സ് അറിയാം എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിലെ ഒരു വാക്യത്തെ ബിഗ് ബാങ് തിയറിയുമായി യോജിപ്പിക്കും. അതായത് പ്രപഞ്ചം വികസിക്കുന്നു എന്ന കണ്ടെത്തലിനെ ഖുർആൻ്റെ ഒരു വാക്യവുമായി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെപ്പടി വിദ്യയായിരുന്നു ഇത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതായത് പൊളിഞ്ഞ് പാളീശായി ഒന്നിനും കൊള്ളാത്ത ഒരു കാളവണ്ടിയെ ഒരു സൂപ്പർ സോണിക് ട്രെയിനുമായി ബന്ധിപ്പിച്ചാൽ ട്രെയിൻ ഓടിത്തുടങ്ങിയാൽ ഈ കാളവണ്ടി പാർട്സായിട്ട് ഊരിത്തെറിച്ച് ചിന്ന ഭിന്നമായി പോകുന്നത് പോലെയാണ് ഇത്തരം വാചകങ്ങളെ ആധുനിക ശാസ്ത്രവുമായി യോജിച്ചാൽ സംഭവിക്കുന്നതിന് തെളിവാണ് ലോകമാസകലം ആളുകൾ ഇസ്ലാം അപ്പോളജിസ്റ്റുകളെ കളിയാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അക്ബർ പറയുന്നു, ഖുർആനിൽ പറഞ്ഞ വാചകമാണ് 51-ാമത്തെ അധ്യായത്തിൽ 47 മുതൽ 51 വരെ. പ്രപഞ്ചത്തെ നാം സൃഷ്ടിച്ചു, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതായത് ഇമാം അക്ബർ പറഞ്ഞ കാര്യം യാതൊരു വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ എഴുതി വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. നാം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു ഖുർആനിലൂടെ പറയും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? തഫ്ഹീം നെറ്റിൽ പോയി ഞാൻ തപ്പി. അതിൽ പറയുന്ന അർത്ഥം, ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു, നമുക്കതിന് കഴിവുണ്ട്. ഭൂമിയെ നാം വിസ്തൃതമാക്കി, നാം എത്ര നന്നായി വിധാനിക്കും. അക്ബർ പറഞ്ഞത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു പറയുന്നതോ, ആകാശത്തെ നാം ശക്തിയാൽ സൃഷ്ടിച്ചു, നമുക്കതിന് കഴിവുണ്ട്, ഭൂമിയെ നാം വിസ്തൃതമാക്കി എന്ന്. പ്രപഞ്ചത്തെ അല്ല. അക്ബർ സാഹിബേ,
സത്യവിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നട്ടാൽ മുളയ്ക്കാത്ത കളവ് പറയാൻ നിങ്ങൾക്ക് മനസാക്ഷി കുത്തില്ലേ? മതം വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നല്ല, തഫ്ഹീം നെറ്റിൽ പോയി നിങ്ങൾ തിരക്കിയാൽ കിട്ടുന്ന അർത്ഥം 51-ാമത്തെ അധ്യായത്തിൽ 47 മുതൽ 51 വരെയുള്ള വാചകങ്ങൾ. ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു, നമുക്കതിന് കഴിവുണ്ട്, ഭൂമിയെ നാം വിസ്തൃതമാക്കി. അക്ബർ വളച്ചൊടിക്കുന്നതോ പ്രപഞ്ചത്തെ നാം സൃഷ്ടിച്ചു, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് ആഗോള വ്യാപകമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലെ കഴിവുറ്റ കപ്പിത്തന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്ന കാര്യം 21-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 33 വരെയുള്ള വാചകം. പ്രവാചക സന്ദേശം ബ്രാക്കറ്റിനകത്താണ്. അംഗീകരിക്കാൻ വിസമ്മതിച്ച ജനം ചിന്തിക്കുന്നില്ലേ എന്തെന്നാൽ ഈ ആകാശഭൂമികളൊക്കെയും പരസ്പരം ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നീട് നാം അവയെ വേർപെടുത്തി. പ്രഥമദൃഷ്ട്യ കേൾക്കുന്ന വിശ്വാസിക്ക് ശരിയെന്ന് തോന്നാം, ശാസ്ത്രം അറിഞ്ഞുകൂടല്ലേ. ബിഗ് ബാങ് തിയറിയോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഇത് അറിഞ്ഞുകൂടല്ലേ. ഇവിടെ ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നിരുന്നു എന്നാണ് പറയുന്നത്. സഫസമാവാത്തി 7 ആകാശം 7 ഭൂമി എന്ന പ്രസ്താവനയോടുകൂടി ഇത് പൊളിഞ്ഞു പാളിശായിത്തീരുന്നു. എവിടെയാണ് 7 ആകാശം? ആകാശമാണ് പ്രപഞ്ചമെന്ന കണക്കെ അക്ബർ കൊണ്ടുവരുന്നതെങ്കിൽ എൻ്റെ പൊന്നു അക്ബർ സാഹിബേ, എവിടെയാണ് 7 പ്രപഞ്ചം 7 ഭൂമി? ഒട്ടിച്ചു വെച്ചാൽ ചിതറിപ്പോകുന്നത് വളരെ വ്യക്തമായി ഈ വാദഗതികളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിന്ന് പ്രധാനമായി ചർച്ചയ്ക്കെടുക്കുന്നത് ഖുർആനിലെ ഭ്രൂണശാസ്ത്രമാണ്. കീത്ത് മോർ എന്നൊരു പ്രഗത്ഭ വിദ്വാൻ, അദ്ദേഹം ഡോക്ടറാണ്, അനോട്ടമിസ്റ്റാണ്. അദ്ദേഹം പല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. 2019 മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, ഖുർആനിലെ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ, ഖുർആനിലെ വിവരങ്ങൾ ശാസ്ത്രവുമായി ഒത്തുപോകുന്നു. ലോകമാസകലം ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾ കുറേ കാലങ്ങളായി പാടി നടക്കുന്ന ഒരു കാര്യമാണ്. കീത്ത് മോർ, ഡോക്ടർ കീത്ത് മോർ, അനോട്ടമിസ്റ്റ്, എംബ്രിയോളജിസ്റ്റ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എംബ്രിയോളജിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, എംബ്രിയോളജിസ്റ്റുകളല്ല, അനോട്ടമിസ്റ്റാണ്. എന്തുമായിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ്റെ പല വാക്കുകളും ആധുനിക എംബ്രിയോളജിയുമായി ഒത്തുപോകുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കണ്ടേ. ആദ്യമായി പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തെ സൗദി റോയൽ ഫാമിലി വിലക്കെടുത്തതാണ്. ഇതുപോലെ കുറേ ആളുകൾക്ക് പണം നൽകി ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നീട് തുടർന്നു വന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കള്ളി വെളിച്ചത്താകും എന്നതാണ്. 2002 വാൾ സ്ട്രീറ്റ് ജേർണൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഖുർആനിലെ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കീത്ത് മോറിനെ ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. പുള്ളി പോയില്ല. പുള്ളി പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല എന്ന്. ഇത്രയും പ്രധാനമായ ഒരു കാര്യം, ലോക മുസ്ലിങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന കാര്യം, അത് പറഞ്ഞ കീത്ത് മോറിന് മറന്നുപോയി എന്നാണ്. മറന്നുപോയതാണോ? അതായത് വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഇൻ്റർവ്യൂവിന് പൊക്കഴിഞ്ഞാൽ പൊളിച്ചെടുക്കപ്പെടുന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് കീത്ത് മോർ തൻ്റെ തടി ഊരിയതാണ്, അല്ലാതെ വേറെന്താ പറയാനായിട്ട്. പിന്നെ മുസ്ലിം അപ്പോളജിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം, കീത്ത് മോർ മുസ്ലിമായി എന്നാണ്.
ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ ഒരു യോഗത്തിൽ വെച്ച്, അതായത് ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ആണോ? അദ്ദേഹം പറയുന്നു, നോ. ദൈവത്തെ ആരാധിക്കാൻ മുസ്ലിം ആകേണ്ട കാര്യമില്ല എന്ന് പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം ചോദിച്ചവൻ്റെ അണ്ണാക്കിലേക്ക് തള്ളിവിടുകയാണ് സമർത്ഥമായി കീറ്റ് മോർ. അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടെ നോക്കാം. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അറബി അറിയില്ല എന്നുള്ളതാണ്. ആ വീഡിയോയുടെ 34ാമത്തെ സെക്കൻഡിൽ ഞാൻ ആ വാക്കുകൾ തന്നെ ഇവിടെ എടുക്കാം. വി ഡോണ്ട് റീഡ് അറബിക് ആൻഡ് വി ആർ നോട്ട് സെയിങ് ദാറ്റ് ദേ ആർ ആക്യുറേറ്റ്. ദ സ്കോളേഴ്സ് ട്രാൻസ്ലേറ്റഡ് ദ കോറസ്. അതായത് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ഇക്കാര്യത്തിൽ അറബി അറിയില്ല, അതൊക്കെ ശരിയെന്ന് ഞങ്ങൾ പറയുന്നുമില്ല. കുറേ പണ്ഡിതന്മാർ, അറബി പണ്ഡിതന്മാർ അതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് തന്നു. അതാണ് വാസ്തവം. ഇവിടെയും അദ്ദേഹത്തിൻ്റെ തടിയൂരൽ വളരെ കൃതകൃത്യമായി വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ സിൻഡാനി. ആരാണ് ഈ സിൻഡാനി? ബിൻ ലാദനുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. ആഗോള വ്യാപകമായി തീവ്രവാദം നടത്തുന്ന ആളുകളുടെ ഉദ്ദേശങ്ങളിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള മതപ്രചരണത്തിന് കള്ള ഉപാധികൾ നെയ്തെടുക്കുക എന്നുള്ളത്. ഇനി കീറ്റ് മോറിൻ്റെ ഒരു പുസ്തകമുണ്ട്, 6ാമത്തെ എഡിഷൻ. അതിൻ്റെ 6ാമത്തെ എഡിഷൻ ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ അദ്ദേഹം ഒരു കാര്യവും വായനക്കാരോട് നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ബാസിം മുസല്ലം എന്ന ആളുടെ എസ്സേ കൂടെ ഇതിലേക്കുമായി ബന്ധപ്പെട്ട് വായിക്കുക. അതിൽ മുസല്ലം പറയുന്നത് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് 450 വർഷം മുമ്പത്തെ ഗാലൻ പറഞ്ഞ കാര്യങ്ങൾ പകർത്തിയെടുക്കപ്പെട്ടു. ഇതാരാ പറയുന്നത്? ഇത് വായിപ്പിക്കാൻ സൂചിപ്പിക്കുന്ന ആരാണ്? കീറ്റ് മോർ സൂചിപ്പിക്കുകയാണ്. അതായത് ഡെവലപ്പിംഗ് ഹ്യൂമനിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വായനക്കാരോട് വായിക്കാൻ പറയുന്ന എസ്സേയിൽ, ആ എസ്സേ എഴുതിയ ബാസിം മുസല്ലം പറയുന്നത് ഇത് ഗാലനെ കോപ്പി അടിച്ചതാണ്. ബി മുസല്ലം, കാംബ്രിഡ്ജ് 1983, സെക്സ് ആൻഡ് സൊസൈറ്റി ഇൻ ഇസ്ലാം, പേജ് 54 എന്ന ലേഖനത്തിൻ്റെ തെളിവാണ് ഞാനിവിടെ ഹാജരാക്കുന്നത്. ഹിപ്പോക്രാറ്റ്സ്, അരിസ്റ്റോട്ടിൽ, ഗാലൻ തുടങ്ങിയ ആളുകളൊക്കെ ഈ ഖുർആനിൽ നൽകിയ ഇതിനേക്കാളും സുവ്യക്തമായ ഒരുപാട് സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് റോമിൽ നിന്നൊക്കെ അന്നത്തെ സയൻസ് അറിയാവുന്ന ആളുകൾ, പ്രത്യേകിച്ച് അനോട്ടമിയൊക്കെ അറിയാവുന്ന ആളുകൾ നബിയെ കാണാൻ വരികയും അവർ പകർന്നു കൊടുത്ത ചില അറിവുകളെ മാത്രം കടമെടുത്തുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ വാചകമെന്ന് അവതരിപ്പിക്കുണ്ടാകുന്ന പിഴവുകളാണ് ഖുർആനിലുടനീളം ഭ്രൂണശാസ്ത്രം ഉൾപ്പെടെയുള്ള ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന സൂചനകൾ. സയൻസ് SIGNS ശാസ്ത്രഗ്രന്ഥമല്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ കാരണം തന്നെ ഇതാണ്. ഇനി ഖുർആനിലെ എംബ്രിയോണിക് സ്റ്റെപ്സിനെ പരിശോധിക്കാൻ നമുക്ക്. 7 ഫസ്റ്റ് 2 ക്ലിഞ്ചിങ് ക്ലോട്ട്സ്, അലാഖ, അതാണ് പ്രധാന വിഷയവും. ഫ്ലഷ്, ബോൺസ്, യോ ന്യൂ ക്രിയേഷൻ. അപ്പോൾ അടുക്കടുക്കായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇങ്ങനെ അടുക്കടുക്കായി കാര്യങ്ങൾ പറഞ്ഞ ഖുർആൻ എംബ്രിയോണിക് സ്റ്റേജുകളെ കുറിച്ച് പറയുന്നതേയില്ല. കാരണം അറിയില്ല എന്ന്. ഏറ്റവും തർക്ക വിഷയമായ ഒരു വാക്കാണ് അലഖ. ക്ലിഞ്ചിങ് ക്ലോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ അർത്ഥത്തെ പിന്നീട് ശാസ്ത്രവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റിക്കളയും. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് വഴിയേ വരാം. അതായത് തഫ്സീർ ഇബ്ൻ കദീർ വളരെ പ്രസിദ്ധമായ തഫ്സീറാണ്. അതിൽ പറയുന്നത് ക്ലിഞ്ചിങ് ക്ലോട്ട് എന്നാണ്. Then we made the nutfa into a clot. ഇബ്ൻ കദീർ ഓർ അലഖ്. അലഖ എന്ന വാക്കിന് ക്ലിഞ്ചിങ് ക്ലോട്ട് എന്ന അർത്ഥമേ ഉള്ളൂ എന്ന് ഇബ്ൻ കദീർ പറയുന്നു.
വി ട്രാൻസ്ഫോംഡ് ദ ഡ്രോപ്പ് ഇൻ ടു എ ക്ലോട്ട് ഫോർ അനദർ 40 days. ഇത് പറയുന്നത് തഫ്സീർ ഇബ്നു അബ്ബാസ് ആണ്. ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിലാണ് ഇത് പറയപ്പെടുന്നുവെങ്കിൽ, അതായത് ക്ലിഞ്ചിങ് ക്ലോട്ട്, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്, ചേർന്നിരിക്കുന്നത് എന്നർത്ഥമേ ഉള്ളൂ. പ്രഥമ ദൃഷ്ടിയ നോക്കിയാൽ ഇത് ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വഴിയെ നമുക്ക് നോക്കാം. ഖുർആനിൽ 6 പ്രാവശ്യം 5 സൂറകളിലായിട്ട് അലഖ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വി മേഡ് നുത്ഫ ഇൻടു അലഖ, then of that alaka we made a mudga, then we made out of that mudga bones and clotted the bones with flesh. 23:14. അതായത് അലക്കയിൽ നിന്നും മുതുകയിൽ നിന്ന് പിന്നെ രക്തവും അസ്ഥികളും മാംസവും ഒക്കെ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നത്. അലഖ എന്ന വാക്കാണ് 23:14, 96:2, 75:37 മുതൽ 30 വരെ, 40:67, 22:5 എന്നീ ആയത്തുകളിൽ, സൂറകളിൽ ഇത് വ്യക്തമായി അലഖ, ക്ലിഞ്ചിങ് ക്ലോട്ട്, ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ട എന്നാണ് പറഞ്ഞത്. ഇനി ഗാലനും ഖുർആനും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഒന്ന് ചെറുതായിട്ട് പരിശോധിച്ചാൽ, ഇത് കടമെടുത്തത് എന്നുള്ളത് മുസല്ലം പറഞ്ഞ വാക്കിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഗാലൻ്റെ എംബ്രിയോളജിക് സ്റ്റെപ്സ്, ഒന്ന് സ്പേം, ഇതിന് ഖുർആൻ പറയുന്നത് സ്പേം ഗോസ് ഇൻ ടു എ വുമൺ, ചെറിയ വാക്കുകൂടെ ചേർത്തതേ ഉള്ളൂ. ബീജം, സ്ത്രീ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ബീജം. 2 ബ്ലഡ്, ഗാലൻ പറയുന്നതാണ്. രണ്ടാമത്തെ വാക്ക് സ്പേം ടേൺസ് ഇൻടു എ ക്ലിഞ്ചിങ് ക്ലോട്ട്, അതായത് ഈ ബീജം ഒട്ടിപ്പിടിക്കുന്ന ഒരു രക്തക്കട്ടയായി മാറുന്നു. 3 ഗാലൻ പറയുന്നത് ഫ്ലഷ് ആൻഡ് ബോൺസ്, അസ്ഥികളും മാംസവും. ഖുർആൻ പറയുന്നത് it then turns into flesh and bones. അതേ വാക്ക്. 4-ാമതായിട്ട് ഗാലൻ പറയുന്നത് ബേബി, ഖുർആൻ പറയുന്നത് ബേബി. അതായത് ഗാലൻ്റെ എംബ്രിയോളജിക് സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ 1 സ്പേം, 2 ബ്ലഡ്, 3 ഫ്ലഷ് ആൻഡ് ബോൺസ്, 4 ബേബി എങ്കിൽ ഖുർആൻ ഇതു തന്നെ പറയുന്നു. 2ാമത്തെ സ്റ്റെപ്പിൽ മാത്രം ഒരു മാറ്റം വരുത്തി. ബ്ലഡ് എന്നുള്ളത് സ്പേം ടേൺസ് ഇൻടു എ ക്ലിഞ്ചിങ് ക്ലോട്ട്, ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയെന്ന് തൻ്റേതായ സംഭാവന അവിടെ നൽകിക്കൊണ്ടാണ്. സ്വന്തം സംഭാവനയാകാൻ വഴിയില്ല. വഴിയെ നമുക്ക് പരിശോധിക്കാം. അതായത് ഈ ക്ലിഞ്ചിങ് ക്ലോട്ട് എന്നുള്ള വാക്ക് തന്നെ ഗ്രീക്ക് സോഴ്സസിൽ നിന്ന് കടമെടുത്തതാണ്. അരിസ്റ്റോട്ടൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇത് ക്ലിഞ്ചിങ് ക്ലോട്ട് ആണെങ്കിൽ, അള്ളിപ്പിടിക്കുന്ന രക്തക്കട്ടയാണെങ്കിൽ ഇത് വളരില്ല. രക്തക്കട്ടയല്ല, അത് തോന്നുന്നതാണ്. അങ്ങനെ രക്തക്കട്ടയായി എന്ന് ലേമേൻ കൽപ്പിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ രക്തക്കട്ട എന്ന് മാത്രമല്ല, അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, മുതുകയായി മാറാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല, അത് കുട്ടിയെ പ്രസവിക്കുന്നത് വരെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, അബോർഷൻ ഉണ്ടാകുമ്പോൾ ഡിസ്ചാർജിനെ വെച്ചാണ് മനസ്സിലാക്കുന്നത് സാധാരണ ആളുകൾ. അവർക്ക് കാണാൻ സാധിക്കും, രക്തക്കട്ട പോലിരിക്കും. ഒരു പ്രായമാകുന്നതിന് മുമ്പ് രക്തക്കട്ട എന്ന് തോന്നുമെങ്കിൽ, ഇനി പല പ്രസിദ്ധരായ തഫ്സീറുകൾ നടത്തിയ ആളുകൾ, തർജുമ നടത്തിയ ആളുകളുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യൂസഫ് അലി വളരെ പ്രസിദ്ധനായ ആളാണ്. വി മേഡ് ദ സ്പേം ഇൻടു എ ക്ലോട്ട്. എങ്ങനെയുണ്ട്? ഹെൻറി പോൾമർ, വി ക്രിയേറ്റഡ് ദ ക്ലോട്ട് congealed blood. Pictal, then fashion we drop a clot. Shakir, then we made the seed a clot. അങ്ങനെ പലരും, അതായത്
ഈ അടുത്ത കാലം വരെ ഖുർആനിക തർജ്ജമ നടത്തിയിട്ടുള്ള ആളുകളെല്ലാം ഇത് ക്ലോട്ട് രക്തക്കട്ടെന്ന് അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു വാദഗതിയുമായിട്ടാണ് ഇസ്ലാം അപ്പോളജിസ്റ്റുകൾ രംഗപ്രവേശനം ചെയ്യുന്നത്. അവർ പറയുന്നത് ഇത് ലീച്ച് ലൈക്ക് സ്ട്രക്ചർ. ഇത് കീത്ത് മോർ പറഞ്ഞ കാര്യമാണ്. എങ്ങനെ? അതായത് ഹ്യൂമൻ എംബ്രിയോ അതിൻ്റെ 7 മുതൽ 24 ദിവസം വരെ അത് എൻഡോമെട്രിയം യൂട്രസിലെ ആ ഭാഗത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്നു. ഇത് 7-ാം നൂറ്റാണ്ടിലെ അറിവാണ്. ഇത് ശരിയുമാണ്. പക്ഷെ പൂർണ്ണമായ ശരിയെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. ഇത് മുതുകാകാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കുന്നു. ആ സ്റ്റേജ് പറയുമ്പോൾ അങ്ങനെയല്ല. അത് പ്രസവം വരെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് വരികിൽ ഇതൊക്കെ എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ആട്, പന്നി, പൂച്ച ഇവിടെയൊക്കെ അബോർഷനും ഡിസെക്ഷനും നടത്തിക്കഴിഞ്ഞാൽ ഗർഭസ്ഥാവസ്ഥയിലാണെങ്കിൽ ഇത് മനുഷ്യന് കാണാൻ സാധിക്കും. അതിൽ നിന്നാണ്, അതായത് അന്നത്തെ കാലഘട്ടത്തിലെ ഗാലനും അരിസ്റ്റോട്ടലും ഉൾപ്പെടെയുള്ള ആളുകൾ ഡിസെക്ഷൻ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അബോർഷനെ കണ്ടു പഠിച്ചുകൊണ്ടാണ് അവരിതൊക്കെ പറഞ്ഞത്. അവർക്ക് കേവലമായി മനസ്സിലാക്കാൻ ഒക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് എംബ്രിയോ ബ്ലാസ്റ്റോസൈറ്റായി മാറുമ്പോൾ പ്ലസൻറ്റ രൂപപ്പെടും. അതിനാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അതിന് പറയുന്നത് പ്ലസൻറ്റൽ വില്ലി എന്നാണ്. ഇതാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഞാനിത് പടം ഇപ്പോൾ കാണിക്കാം, അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എംബ്രിയോ ബ്ലാസ്റ്റോസൈറ്റായിട്ട് മാറുമ്പോൾ പ്ലസൻറ്റ രൂപപ്പെടും. അതിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതാണ് അള്ളിപ്പിടി. ഇത് ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ അബോർഷനിലൂടെയോ അല്ലെങ്കിൽ ഡിസെക്ഷൻ ചെയ്താലോ മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പ്രസവശേഷം പ്ലസൻറ്റ പുറത്തു വരുമ്പോൾ അതിൻ്റെ രൂപം വെച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന, കേവലമായി ആളുകൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അന്നത്തെ ശാസ്ത്ര രീതിയിൽ പ്രഗത്ഭർ മനസ്സിലാക്കിയ കാര്യത്തെ കടമെടുത്തുകൊണ്ട് ഖുർആൻ വാക്കുകൾ ചേർത്ത് പറഞ്ഞു എന്നല്ലാതെ ഇതൊക്കെ പറയുന്നത് കൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെയോ ദൈവത്തിൻ്റെയോ വചനമെന്ന് തെളിയിക്കാൻ അക്ബറാദി പ്രഭൃതികൾ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിലൂടെ ഈ കാണുന്ന പ്ലസൻ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയാണ് കുട്ടിക്ക് രക്തവും ന്യൂട്രിയൻസും കിട്ടുന്നതെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ ഖുർആൻ ഇത് പറയണ്ടേ? അത് അന്നത്തെ ആളുകൾക്ക് അറിവില്ല, ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ ഗാലൻ പറഞ്ഞിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം പോലും അള്ളാഹുവിന്, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് സൂചകങ്ങൾ നൽകുമ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് എന്ന് പറയാൻ കാരണം മറ്റൊന്ന്. കാരണം അറബിയിൽ അട്ടയില്ല. ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് അട്ട പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഗർഭാശയത്തിൽ എന്ന അർത്ഥത്തിലേക്കാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇസ്ലാം വികസിച്ച നോർത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെ അട്ടയുണ്ട്. അതിനുശേഷം വന്ന തർജ്ജമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് വിദ്യകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇനി ഇതിന് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ചിത്രത്തെ കാണിക്കുമ്പോൾ ഇത് അട്ടയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയഭാഗത്തെ മുറിച്ചു മാറ്റി, ആ ചിത്രത്തിൽ നിന്ന് ഹൃദയത്തെ ഭാഗത്തെ മുറിച്ചു മാറ്റി അട്ട എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ കളവാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ എന്തിനാണ് അക്ബർ സാഹിബേ നിങ്ങൾ ഈ കള്ളന്മാരുടെ പുറകെ പോകുന്നത്? നിങ്ങളുടെ നിർഗതി കൊണ്ടായിരിക്കാം, നിങ്ങളുടെ വയറ്റിപ്പഴപ്പായിരിക്കാം. പക്ഷേ ജനസാമാന്യത്തെ നിങ്ങൾ പറ്റിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് ആളുകൾ തയ്യാറായി കഴിഞ്ഞു എന്ന്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതിനെ നിരന്തരമായി പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന വാദമുഖങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങളെത്ര കള്ളത്തരം പറഞ്ഞാലും ഈ ഒലിച്ചു പോക്കിനെ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കില്ല എന്നതിന് തെളിവാണ്
ഇറാനിൽ പകുതി പേർ ഇസ്ലാം മതം വിട്ടിരിക്കുമെന്ന പുത്തൻ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു രക്ഷയുമില്ല എൻ്റെ അക്ബർ സാഹിബേ. ഇനിയും നിങ്ങളുടെ കളവുകളെ കയ്യോടി പിടികൂടുന്ന അധ്യായങ്ങൾ പ്രതീക്ഷിക്കാം. ആ അധ്യായങ്ങളിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.